അങ്ങനെ അവർ തമ്മിൽ വഴക്കാവും. ഈ നമ്പറിൽ വിളിച്ചത് പണിയാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ജെസ്സി ചോദിക്കുമ്പോൾ നീ ഓവർ റിയാക്ട് ചെയ്യേണ്ട, കാരണം അവർക്ക് നമ്മുടെ പേരറിയാമെന്ന് ജെസ്സി പറയുന്നു. അപ്പൊ തന്നെ അവരുടെ ഫോണിലേക്ക് ഒരു കോൾ എടുക്കണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ടൈലർ അതിന് കൂട്ടാക്കാണ്ട് കോൾ എടുക്കുകയായിരുന്നു. അത് നേരത്തെ കോൾ കട്ടാക്കിയത് ശരിയായില്ല. ഇനി നിങ്ങളെ രണ്ടുപേരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്യം എനിക്കാണ്. ആവശ്യമില്ല, ഞങ്ങൾ ഇവിടെ ഓക്കെ ആണ് എന്ന് ജെസ്സി പറയുമ്പോൾ എനിക്കത് ചെയ്തേ പറ്റൂ, ഞാൻ നിങ്ങളെ ഉടൻ തന്നെ കാണുന്നുണ്ട് എന്ന് അവർ പറയും. ഇത് കേട്ടപ്പോൾ പേടിച്ച് ടൈലർ കോൾ കട്ട് ചെയ്യുന്നു. അപ്പോൾ അത് അവരുടെ റൂമിലെ ബൾബ് മിന്നിക്കത്തുന്നു, എന്നിട്ട് ഓഫ് ആവുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബൾബ് ഓൺ ആകുന്നു. പക്ഷേ ജെസ്സിയുടെ അടുത്തുണ്ടായിരുന്ന ടൈലറിനെ കാണാനില്ല. ജെസ്സി പേടിച്ചിട്ട് ടൈലർ നിന്റെ കളി നിർത്തി, എനിക്ക് പേടിയാവുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതാ ജെസ്സിയുടെ പിറകിലൂടെ ആരോ പോകുന്നു. കൂടാതെ ടൈലർ എന്റെ കൂടെ ഉണ്ടെന്ന് ആരോ പിറകിൽ നിന്ന് പറയുന്നത് അവൾ കേൾക്കുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒരു രൂപം കാണുന്നു. പെട്ടെന്ന് തന്നെ അവൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി അവിടെ നോക്കുന്നു. അപ്പോൾ അവിടെ ആരും തന്നെ ഇല്ല. ഒന്ന് സമാധാനപ്പെട്ട് വരുമ്പോഴാണ് അവളുടെ അടുത്ത് തന്നെ മർഡനാനി കാണിക്കുന്നത്. അവർ ജെസ്സിയെ വിളിക്കുന്നു. ജെസ്സി തിരിഞ്ഞു നോക്കുന്നു. വീട്ടിലേക്ക് വരാനുള്ള സമയമായെന്ന് പറഞ്ഞ് അവർ അവളെ കൊല്ലുന്നു. അപ്പോൾ ഈ കഥ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.